ഉണ്ണി എങ്ങനെയുണ്ടടാ? എരിയുണ്ടാടാ? അപ്പോൾ എൻ്റെ കുട്ടമണീസ് വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതിന് മാത്രം സ്പൈസി ഇതിലെന്താ? അതെ ഗൈസ്, ഇത് റാവുത്താർ ബിരിയാണിയാണ്, നോർമൽ ബിരിയാണി അല്ല. ഭയങ്കര ക്വാണ്ടിറ്റി കേട്ടോ. ഇതിനോട് മാത്രം നമുക്ക് മുട്ട കിട്ടുള്ളൂ. പിന്നെയുള്ള ബിരിയാണി കഴിക്കാൻ പോയപ്പോൾ മുട്ട കിട്ടിയില്ല. ഈ സാറ്റർഡേ സൺഡേ മാത്രമേ റാവുത്താർ ബിരിയാണി അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത് ആമ്പൂർ ബിരിയാണി ചേട്ടന് ഇഷ്ടപ്പെട്ടു, പക്ഷേ മസാല കുറവേണ്ട, എനിക്കത്ര പിടിച്ചില്ല. ചിക്കൻ 65 ആണ് അടുത്ത ഐറ്റം. ഉണ്ണി അതാണ് ഓർഡർ ചെയ്തത്. ഞാൻ അതിൽ നുള്ളി എടുത്തു, കാര്യം എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ വയറ്റ് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു കുഞ്ഞു ദോശ കാണുന്ന പോലെ അല്ല മക്കളെ, ഇതിൻ്റെ അകത്ത് വരുന്നുണ്ടല്ലോ ചിക്കൻ്റെ പീസും പിന്നെ മുകളിൽ മുട്ടയും പിന്നെ ഇത് ബീഫും ഉണ്ട് കേട്ടോ. ഇതിന് ബീഫും ഉണ്ട്. ഞാൻ ചായക്ക് പറഞ്ഞപ്പോൾ അവർ ലൈമിന് പറഞ്ഞു. അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന് ഈ ദോശയുടെ കൂടെ പെയർ ചെയ്യാനായിട്ട് നല്ല കട്ടിതായി ഈ ഒരു സാമ്പാറും നല്ല ചമ്മന്തി ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ ആലങ്കോട് നിന്ന് കിളിമാനിലോട്ടൊരു 50 മീറ്റർ പോകുമ്പോൾ ഈ ഒരു ആശാ ഫുഡ് കോർട്ടാണ്. നിങ്ങളും പോയി ചെക്ക് ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ഓക്കെ, ബൈ.